ഈ പോയതാണ് നമ്മുടെ നായകൻ. ഇതുവരെ മൂട്ടിൽ വെയിലടിച്ചാൽ പോലും എണീക്കാത്ത ഇവൻ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇവന്റെ ഈ തിരക്ക് കണ്ടാ തോന്നും ജോലിക്കോ ഇന്റർവ്യൂവിനോ മറ്റോ പോകുന്നതാണെന്ന്. എന്താ ധൃതി, എന്താ പത്രാസ്. ആ മുഖത്ത് വിരുന്ന ഭാവം കണ്ടാലോ, ഒരുമാതിരി ചാണകത്തിൽ ചവിട്ടിയ പൂവൻ കോഴിയുടെ അവസ്ഥ. പക്ഷേ ഈ തിരക്കുകൾക്ക് പിന്നിലെ കാരണം ഇതൊന്നുമല്ല. ഇവൻ ഇവന്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. ഒരുക്കം കണ്ടാൽ അറിയാമല്ലോ, വെറും ഒരു ഫ്രണ്ടല്ല, ഗേൾ ഫ്രണ്ട്. ഇനി അതാരാവും എന്നല്ലേ പറയാം. പിയ റോസ്റ്റോം. ഇതാണ് കക്ഷി. ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇവരുടെ ഇതുവരെയുള്ള സൗഹൃദത്തിന് പിന്നിൽ. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള FB പോസ്റ്റ് കണ്ട് റിക്വസ്റ്റ് അയച്ചു. സ്വാഭാവികം, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ പറയണോ, ചാറ്റിംഗ് ഫുൾ ടൈം ചാറ്റിംഗ്. എന്തുവാടാ, കുറെ നേരായില്ലോ. ഒന്നുമില്ലടാ. ആരുടെ ചാറ്റിംഗ്? ഒരു ഫ്രണ്ടാ. ഞാനത് ഫ്രണ്ടാ. നീ അറിയണ തന്നെയാ. പറയടാ. സത്യമായിട്ടും. എന്തുടാ? സത്യമായിട്ടും. അങ്ങനെ അവർ ചാറ്റിങ്ങിലൂടെ കൂടുതൽ എടുത്തു. പയ്യെ ആ സൗഹൃദം ചാറ്റിങ്ങിൽ നിന്നും കോളിങ്ങിലേക്ക് മാറി. ഹലോ, ഞാൻ താൻ തന്നെയാണോ എന്നറിയാൻ വിളിച്ചതാ. എന്നെ താഴ്ന്നൊന്നും വിളിക്കണ്ട, പിയാന്ന് വിളിച്ചാൽ മതി. ഓ ശരി. പിയ നല്ല പേരാണ് കേട്ടോ. ആ പേര് കണ്ട ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത്. അതിന് എന്റെ പേരത്ര റെയറൊന്നും അല്ലല്ലോ. മോളെ. ആ അമ്മ. അതെ, എന്നെ അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ പോവാണേ. ഒരു മിസ് കോൾ തന്നാൽ മതി, ഞാൻ വിളിക്കാം. ഓക്കെ ബൈ. ബൈ. ഹലോ. ചാറ്റിങ്ങും കോളിങ്ങുമായി അവരുടെ ദിവസങ്ങൾ കടന്നുപോയത് അവരറിഞ്ഞില്ല. നമ്മുടെ നായകന് ഒരാഗ്രഹം. ഇത്രയൊക്കെ പരിചയപ്പെട്ടതല്ലേ, നേരിട്ട് കാണാം. ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കാണണ്ടേ? എന്നാ പറ, എവിടെ വെച്ചാ കാണണ്ടേ? പിന്നെന്താ, എപ്പോഴാ? ഓക്കെ, നമുക്കെന്നാ നാളെ കാണാം. ബൈ. ആ കാണാൻ പോകുന്ന ഒരുക്കമാണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത്. ഇനി ബാക്കി നമുക്ക് ലൈവായി തന്നെ കാണാം. എന്താ, ഇനി ഇവനെ വിടാല്ലേ? ലെറ്റ്സ് ഗോ. മേഡം, ഒരാളും കൂടെ വരാനുണ്ട്. ഓക്കെ. ഹലോ, എവിടെയാ? ഞാനിതാ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലുണ്ട്. താൻ എവിടെയാ? ഞാൻ റെസ്റ്റോറൻറ്റ് ഉള്ളിലുണ്ട്. ഒരു ബ്ലാക്ക് ചുരിദാറായിട്ടിരിക്കുന്നേ. ഓക്കെ ശരി, ഞാനിത് അങ്ങോട്ട് വരുന്നു. പിയ? അതെ. ഓ സോറി കേട്ടോ, കുറേ നേരമായോ വന്നിട്ട്? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ധൈര്യവും പോയി. എന്താ ഇപ്പം പറയുക അവളോട്? എന്താ അങ്ങോട്ട് നോക്കണം? എന്താ
എന്താ ഒന്നും മിണ്ടാത്തേ? അത് പിന്നെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇത് അതാണ്. പിയെ കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. ദിസ് ഫോർ യു. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. എക്സ്ക്യൂസ് മീ. പണ്ടാരം വരാൻ കണ്ട സമയം 50 രൂപ കുറഞ്ഞൊന്നും ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. ദാ പിയ തന്നെ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ. ക്യാപിച്ചീനോ, എൻ്റെ ഫേവറേറ്റാണ് ക്യാപിച്ചീനോ. അതെ 2 ക്യാപിച്ചിനോ. ഓക്കെ കേട്ടോ. നിക്ക് പതുക്കെ കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ, ഒട്ടും തിരക്കില്ല. അതെ പിയ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എനിക്ക് ഇയാളെ ഇഷ്ടമായി. എന്താ അഭിപ്രായം? സാർ, Yeah, it's okay. പിയ, ഞാൻ പറഞ്ഞതിന് താൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതെ, താനൊന്നും പറഞ്ഞില്ല ഇതുവരെ. Okay, bye. See you. നീ എന്തായിരുന്നു ഫോൺ എടുക്കാഞ്ഞേ? എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞേ? സോറിടാ, ആൻറ്റിയുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. പപ്പയുണ്ടായിരുന്നു കൂടെ, അതാ ഞാൻ ഫോൺ ഓക്കെ, ശരി. ലവ് യു ഡിയർ. ഇറ്റ്സ് ഓക്കെ. പിയ, ആ ഏ, നീ എവിടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പോ. എന്താ? ഹലോ, ഞാൻ ജോയുടെ കൂടെയാ. നീ എവിടെയാ? ഓക്കെ, ഞങ്ങളെന്നാ അങ്ങോട്ട് വരാം. ഓക്കെ, ബൈ. ജോ, നമുക്ക് സെൻറ്റർ പോയിന്റ് വരെ പോവാം. ഓ, എന്തിനാണ് പോകുന്നേ? ജുവൽ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതെ, ആ ഓക്കെ, ശരി. ഹായ്. ഹായ്, ഇരിക്ക്. എന്തൊക്കെയുണ്ട്? സുഖം. ആ പിയ, ഇതാണ് കാർത്തി, ഞാൻ പറഞ്ഞിട്ടില്ലേ?
നീ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കാർത്തിനെ വിളിച്ചത്. അപ്പം ഞാൻ കരുതി കാർത്തിയും കൂടി ഇരിക്കട്ടെ. നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? കാർത്തി, ഇതാണ് ജോ. ഹായ്. ഹലോ. കാർത്തി, ഹലോ, എവിടെയാ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? ഞാൻ ഇവിടെ സെൻട്രൽ പോയിന്റിലുണ്ട്. ഓക്കെ, ഞാൻ എന്നാൽ ഇവിടെ സീസൺസിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഓ ഹലോ ഹലോ ഹലോ. ഹലോ ജുവൽ, ഞാൻ വിചാരിച്ചു താൻ ഉറങ്ങിപ്പോയെന്ന്. ഹലോ ജുവൽ. സർ, എന്താ വേണ്ടേ? ക്യാപ്പിച്ചീനോ? 2 ക്യാപ്പിച്ചീനോ.